ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വയനാട്ടിലെ പുൽപ്പള്ളിയിലുള്ള മാവിലാന്തോട് കരയിലെ പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയം കാണാം. ഗേറ്റ് കടന്ന് അകത്ത് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിലോട്ടേക്ക് പോകാൻ വേണ്ടി. ടിക്കറ്റിന് വലിയ ചാർജൊന്നുമില്ല, ചെറിയൊരു ഫീസ് മാത്രമേ ഇവർ ഈടാക്കുന്നുള്ളൂ. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ടേക്ക് കയറി. കാണാൻ മനോഹരമായ പൂക്കളും ചെടികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. പലതരം കളറിലുള്ള പൂക്കളുകളാണ് ഇവിടെയുള്ളത്. ഒരിക്കലും കാണാത്ത തരത്തിലുള്ള പൂക്കൾ വരെ ഇവിടെയുണ്ട്. ഈ ചെടി കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണെന്ന്. പക്ഷെ അതൊന്നുമല്ല, ഇതിൽ നല്ലൊരു പൂവും കൂടിയുണ്ട്. ഞാൻ ഈ തരം പൂവ് ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോ, ഇതാണ് ഈ പൂവ്. ആദ്യം വിചാരിച്ചത് ഇതൊരു പ്ലാസ്റ്റിക് ആണെന്നാണ്. പക്ഷേങ്കിൽ ഇത് പ്ലാസ്റ്റിക് ഒന്നല്ല, ഒറിജിനൽ പൂവാണിത്. ഇതുപോലൊരു ഫ്ലവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയല്ലേ. ഒരുപാട് കളറിലുള്ള പലതരം റോസ് ഫ്ലവർ ഉണ്ട് ഇവിടെ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണിത് അടുത്ത് കാണാൻ വേണ്ടി. പഴശ്ശി രാജാവിൻ്റെ കാലത്ത് ഈ ഭാഗങ്ങളൊക്കെ കൊടുങ്കാടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഈ ഭാഗങ്ങളൊക്കെ മനോഹരമായ പൂക്കളാലും ചെടികളാലും സമ്പൽ സമൃദ്ധമാണ്. ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? എനിക്കിത് കണ്ടപ്പോൾ ഞെട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന ഒരു ചെടിയില്ലേ, അതുപോലെ എനിക്ക് തോന്നിയത്. പക്ഷെ അതൊന്നുമല്ല, ഇത് ഭയങ്കര നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നല്ല ക്ലീനായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണിത്. പഴശ്ശി രാജയെപ്പറ്റി പറയുകയാണെങ്കിൽ മലബാറിലെ കോട്ടയം ശാഖയിലുള്ള പടിഞ്ഞാറൻ രാജവംശത്തിലെ ഒരംഗമായിരുന്നു പഴശ്ശിരാജ. അതായത് ഇന്നത്തെ കണ്ണൂർ ജില്ലയും വയനാട് പ്രദേശങ്ങളും ആണത്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം 1753 മൈസൂറിൻ്റെ മലബാർ ആക്രമണങ്ങളും ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വിപുലീകരണത്തിനെതിരെയും പോരാടിയാണ് പഴശ്ശിരാജ ജീവിച്ചത്. പഴശ്ശിരാജ തൻ്റെ രാജ്യത്ത് അങ്ങേയറ്റം ജനകീയനായിരുന്നു. എല്ലാ വിഭാഗം നാട്ടുകാർക്കും അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവും താല്പര്യവും ഉണ്ടായിരുന്നു. യുദ്ധസമയങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് അത് അങ്ങേയറ്റം വളരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തോൽവി ഉറപ്പായ സമയത്തും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പടപൊരുതാൻ ജനങ്ങൾ തയ്യാറായി. പഴശ്ശിരാജ ഒരിക്കലും അധികാരമോഹിയായിരുന്നില്ല. എന്നാൽ തൻ്റെ ദേശത്തെയും ജനങ്ങളെയും ദുരാഗ്രഹികളായ ഭരണാധികാരിയുടെ കൈകളിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നാട്ടുകാരുടെ മേൽ അമിതമായി നികുതി ചുമത്തുന്ന ബ്രിട്ടീഷുകാരെയും വീരവർമ്മയെയും എതിർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പുതിയ ഭരണാധികാരിയായ വീരവർമ്മയ്ക്ക് നികുതി നൽകരുതെന്ന് പഴശ്ശിരാജ ഉത്തരവിട്ടു. എല്ലാ വെല്ലുവിളികളിലും കൂടെ നിന്ന രാജാവിനെ കോട്ടയത്തെ ജനങ്ങൾ അനുസരിച്ചു. അങ്ങനെ നികുതി പിരിവ് തടസ്സപ്പെട്ടു. പഴശ്ശിരാജയോട് യുദ്ധം ചെയ്ത് പല ബ്രിട്ടീഷ് സൈന്യത്തിലെ ഉന്നതന്മാരും മരണപ്പെട്ടിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ധീരദേശാഭിമാനിയായി കേരളവർമ്മ പഴശ്ശിരാജാവിനെ ചരിത്രം വിലയിരുത്തുന്നു. നൂറ്റാണ്ടുകളായി വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു വയനാട്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടിയാണ് മലബാർ ബ്രിട്ടീഷ് അധീനതയിൽ എത്തിച്ചേരുന്നത്. കോട്ടയം രാജവംശത്തിലെ ഇളമുറ തമ്പുരാനും ജനക്ഷേമ തൽപരനുമായ പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് നികുതി നയങ്ങളെയും അടിച്ചമർത്തലിനെയും എതിർത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധത്തിൽ ഏർപ്പെട്ടു. വയനാടൻ കാടുകളിൽ കുറിച്ചിപ്പടയുടെയും നായർ പടയുടെയും സഹായത്തോടെ 1796 മുതൽ 1805 വരെ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ പഴശ്ശി രാജാവ് 1805 നവംബർ 30 വീരചരമം പ്രാപിച്ചു. ഇവിടെ ചിത്രങ്ങളും വിവരണങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. 1805 നവംബർ 29 ബാബറും സൈന്യവും പഴശ്ശിത്താവളം ലക്ഷ്യമാക്കി നീങ്ങി. രാത്രി മുഴുവൻ യാത്ര ചെയ്ത അവർ പിറ്റേന്ന് രാവിലെ കങ്കറ പുഴയുടെ തീരത്തെത്തി കുറച്ചുനേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. അവരുടെ യാത്രയിൽ മാവിലാന്തോട് കരയിലെത്തിയപ്പോഴേക്കും 10ഓളം പേർ ഇരിക്കുന്നത് കണ്ടു. അത് പഴശ്ശിയും കൂട്ടരും ആയിരുന്നു. ബ്രിട്ടീഷുകാരെ കണ്ട് പഴശ്ശിയും കൂട്ടരും ഞെട്ടിപ്പോയി. അവർ കീഴടങ്ങാനും തയ്യാറായിരുന്നില്ല. അനുയായികളിൽ പലരും വീണു കഴിഞ്ഞിട്ടും പഴശ്ശി കീഴടങ്ങാതെ പടവെട്ടി. എന്നാൽ അദ്ദേഹത്തിന് ഏറെ നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു ശത്രുഭടൻ്റെ വെടിയേറ്റ് പഴശ്ശി നിലം പതിച്ചു.
ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച കേരള സിംഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളായിരുന്നു അത്. യുദ്ധത്തിൽ മുറിവേറ്റ പഴശ്ശി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ചില്ല. രക്ഷപ്പെടാൻ ശ്രമിച്ച അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത് ബാബറുടെ സൈന്യത്തിലുണ്ടായിരുന്ന കണാരമേനോനായിരുന്നു. അപ്പോൾ കണാരമേനോൻ്റെ മുന്നിലേക്ക് വാൾ ചൂണ്ടി പഴശ്ശി പറഞ്ഞു, ചതിയ, അടുത്തു വന്നു പോകരുത്, എന്നെ അശുദ്ധമാക്കരുത്. പഴശ്ശിയുടേതായി രേഖപ്പെടുത്തിയ അവസാന വാക്കുകളും ഇതുതന്നെയായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴടങ്ങാതെ വജ്രമോതിരം വിഴുങ്ങി മരിച്ചു എന്നും സൈനികൻ്റെ വെടിയേറ്റ് മരിച്ചു എന്നും 2 തരത്തിലും പറയുന്നുണ്ട്. എന്നാൽ പിന്നീടത് വെടിയേറ്റാണ് പഴശ്ശിരാജ മരിച്ചു എന്നതായിരുന്നു ചരിത്രം. ഏറ്റുമുട്ടലിൽ മരിച്ച പഴശ്ശിരാജാവിന് സബ് കളക്ടർ ബാബറും ബ്രിട്ടീഷ് സൈനികരും സൈനിക ബഹുമതി നൽകി ആദരിച്ചു. പഴശ്ശിരാജാവിൻ്റെ ഭൗതിക ശരീരം മാവിലാന്തോടിൽ നിന്നും സബ് കളക്ടർ ബാബറിൻ്റെ പല്ലക്കിൽ കയറ്റി സംസ്കരിക്കുന്നതിനായി ചേകാടി വഴി മാനന്തവാടിക്ക് കൊണ്ടുപോയി. ഈ പറഞ്ഞ ചിത്രങ്ങളും വിവരണങ്ങളും എല്ലാം ഇവിടെ ചുമരിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ മനോഹരമായ സ്ഥലത്ത് പഴശ്ശിരാജാവിൻ്റെ കൂറ്റൻ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ രക്തസാക്ഷി സ്മാരകവും ഉണ്ട്. മനോഹരമായ ചെടികളാലും മരങ്ങളാലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത പൂക്കളും ചെടികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ഒരു സ്ഥലം. ഉല്ലാസയാത്രയ്ക്കായി വയനാട്ടിലേക്ക് പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ഥലം കൂടി ഒന്ന് സന്ദർശിച്ച് വരേണ്ടത് തന്നെയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്ന കേരളവർമ്മ പഴശ്ശി തമ്പുരാന് കോടി നമസ്കാരം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.